ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു ഡ്രാഗൺ ചിക്കനാണ്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നതിനോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഫ്യൂച്ചറിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി ഞാൻ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കനം കുറച്ച്. ഇതിന് നമുക്ക് ലൈറ്റായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഉപ്പും കുരുമുളകുമാണ് ചേർക്കുന്നത്. ആദ്യമേ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ലൈറ്റായിട്ട് ഒരു 1/4 ടീസ്പൂണിൽ താഴെയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. അപ്പം ചിക്കൻ പീസസിൽ ഈ ഉപ്പും കുരുമുളകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ ഇതിനൊരു കോട്ടിങ് തയ്യാറാക്കണം. അതിനുവേണ്ടി ഒരു 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ സോയാ സോസ്, ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതേപോലെ ലേശം കുരുമുളക് പൊടിയോട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതൊരു തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് നമുക്ക് എടുക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നോർമൽ പച്ചവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടയില്ലാതെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് ഇത് എടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ ഉപ്പും കുരുമുളകും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് തന്നെ ഇട്ടും വെച്ച് നമുക്ക് ഇതൊന്ന് ഈ ബാറ്ററി മുക്കി ഇനി ഡീപ്പായിട്ട് തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഒരു പാൻ ഒഴിച്ചിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഓരോ പീസസായിട്ട് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ മൈദയൊക്കെ ആയിട്ട് ഒട്ടിപ്പിടിക്കും. ഇനി കുറേ കൂടെ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചും വെച്ച് നമുക്ക് വറുത്തിങ്ങ് കോരി എടുത്താലും മതി. ഞാനിപ്പോൾ ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചും വെച്ച് തിരിച്ചും മറിച്ചും ഇട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ചിക്കനെല്ലാം നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ എണ്ണയിൽ നിന്ന് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് എല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഈ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ചിക്കൻ വറുത്ത എണ്ണ തന്നെയാണ് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സ്പ്രിംഗ് ഒണിയൻ്റെ ഏറ്റവും ചുവടായിട്ടുള്ള ഭാഗം, കുറച്ച് കട്ടിയുള്ള ഭാഗം അതുകൂടെ കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് 4 ഇട്ട് നമുക്കൊന്ന് അഴട്ടിയെടുക്കാം. ഈ ചൈനീസ് ഐറ്റംസ് ഒക്കെ ഫാസ്റ്റ് കുക്കിംഗ് ആണ്, അതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഫ്ലെയിം വെക്കുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വാടി കിട്ടും. ഇതിലേക്ക് ഇനി ഒരു സവാളയാണ് നീളത്തിൽ അരിഞ്ഞത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതും ഇട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ക്യാപ്സിക്കത്തിൻ്റെ 3 കളറും എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും റെഡ് ചില്ലി സോസും ഓരോ ടേബിൾ സ്പൂണാണ് കാണിക്കുന്നതെങ്കിലും ലാസ്റ്റിൽ എനിക്ക് കുറവായിട്ട് തോന്നിയിട്ട് ഞാൻ ഓരോ ടേബിൾ സ്പൂണോട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വെച്ചാണ് 3 സോസും ചേർത്തിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസുകൾ ഒഴിക്കുമ്പം തീ ഒന്ന് ലേശം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതൊരു വൈകുന്നേരം ഉണ്ടാക്കുന്നതുകൊണ്ട് വെളിച്ചത്തിൻ്റെ കുറച്ച് കളറുണ്ട്, അതുകൊണ്ടാണ് കളറില്ലാത്ത പോലെ നമുക്ക് തോന്നുന്നത്. ഇനി ഇത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കിയെടുക്കാം. അത് കുറേശ്ശെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു 1/4 കപ്പ് അളവിലാണ് ഇത് കലക്കി വെച്ചിരുന്നത്. അത് മൊത്തം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിന് മുകളിലേക്ക് നമുക്ക് ഈ സ്പ്രിംഗ് ഒണിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം വെള്ള എള്ളൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണോളം വെള്ള എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ഡ്രാഗൺ ചിക്കൻ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക്